ഇന്ത്യയുടെ ശക്തി നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മേഖലകളിലും, പ്രധാനമായിട്ടും പ്രതിരോധ മേഖലയിൽ. ഇപ്പോഴിത് അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ആധുനികതയുടെ ചരിത്രത്തിൽ, അതായത് ആധുനികതയുടെ ചരിത്രത്തിൽ ഇന്ത്യ ഒരു പുതിയ അധ്യായം എഴുതി എന്നുള്ളതാണ് ആ റിപ്പോർട്ട്. റെയിൽ ലോഞ്ചറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മൊബൈൽ ലോഞ്ചർ സിസ്റ്റത്തിൽ നിന്ന് ഇന്ത്യ ആദ്യമായി അഗ്നി പ്രൈം മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളത് കാണിക്കുന്നതാണ്. അതായത് ഈ സഞ്ചരിക്കുന്ന ഒരു റെയിൽ കോച്ചിൽ നിന്നാണ് ഇപ്പോൾ അഗ്നി പ്രൈം മിസൈൽ ഇന്ത്യ ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനർത്ഥം മിസൈലുകൾ വിക്ഷേപിക്കാൻ ശ്രീഹരിക്കോട്ടയിലേതുപോലുള്ള ഒരു ലോഞ്ചർ ഇന്ത്യക്ക് ഇനി ആവശ്യമില്ല എന്നാണ്. ഈ മിസൈൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പോലും എവിടെയും വിക്ഷേപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ഇറാനും അമേരിക്കയുമായി യുദ്ധം നടക്കുമ്പോഴും ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് ക്ലാഷ് നടക്കുമ്പോഴെല്ലാം നമ്മൾ പ്രധാനമായിട്ടും തകർക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ മിസൈൽ ലോഞ്ചറുകളാണ്, അല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് പാഡുകളാണ്. ഇത്തരത്തിലുള്ള പാഡുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മിസൈലുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് ആ രാജ്യത്തിന് സാധിക്കുകയുള്ളൂ. പോരാത്തതിന് യുദ്ധവിമാനങ്ങൾക്ക് പറന്നു പോകണമെങ്കിൽ വ്യോമത്താവളം വേണം. ആ വ്യോമത്താവളത്തിനെയും ഇന്ത്യ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആധുനിക ചരിത്രത്തിലൊരു പുതിയ ഏടാണ്. അതായത് നമുക്ക് മിസൈൽ ലോഞ്ച് പാഡുകളൊന്നും ആവശ്യമില്ല. നമുക്ക് സഞ്ചരിക്കുന്ന ട്രെയിനിൽ നിന്ന് പോലും ഇനി മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഇതൊരു വലിയ ചരിത്രം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അഗ്നി പ്രൈം മിസൈൽ ഒരു പുതുതലമുറ മിസൈലാണ്. 2000 കിലോമീറ്റർ വരെ ദൂരപരിധിക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് നിരവധി നൂതന സവിശേഷതകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു. മൊബൈൽ റെയിൽ ശൃംഖലയുള്ള കാനിസ്റ്ററൈസ്ഡ് ലോഞ്ചിങ് സിസ്റ്റം വികസിപ്പിക്കാൻ കഴിവുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇപ്പോൾ ചേർന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.